ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഹെബ്രായർക്കുള്ള ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുകയും, പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, മാനവ ചരിത്രത്തിലുടനീളം സ്വയം വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവവചനത്തിലും മനുഷ്യൻ്റെ ചരിത്രത്തിലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വചനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ പഴയ നിയമത്തിൽ പല രീതികളിൽ, പല രൂപങ്ങളിൽ, പല വ്യക്തികളിലൂടെ ദൈവം തൻ്റെ ഹൃദയത്തെ, തൻ്റെ മനസ്സിനെ മനുഷ്യ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ പരിശ്രമിച്ചു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ ദൈവത്തെ ആരും ഒരിക്കലും കാണേണ്ടതുപോലെ കാണുകയോ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുകയോ അനുഭവിക്കേണ്ടതുപോലെ അനുഭവിക്കുകയോ അറിയേണ്ടതുപോലെ അറിയുകയോ ചെയ്തില്ല. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ആ ഒരു അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ പഴയ നിയമത്തിലെ രീതികൾക്കോ രൂപങ്ങൾക്കോ ഒന്നും സാധിച്ചില്ല. അതുകൊണ്ട് കാലത്തിൻ്റെ തികവിൽ ദൈവം തന്നെ മനുഷ്യനായി അവതരിക്കുകയും, അതാ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നാം തുടർന്ന് വായിക്കുന്നത്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ ആ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്യുകയും, ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്യുന്ന ദൈവത്തെ നാം പുതിയ നിയമത്തിൽ ഈശോ മിശിഹായിൽ കണ്ടുമുട്ടുന്നത്. ദൈവത്തിൻ്റെ ഹൃദയം വെളിപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്ന ദൈവം തന്നെയായ ഈശോ മിശിഹ. എന്നാൽ പഴയ നിയമത്തിലുടനീളം നാം കാണുന്നത് ദൈവത്തിൻ്റെ ഈ സ്വയം വെളിപ്പെടുത്തലിൻ്റെ വിവിധ രീതികളാണ്. ദൈവത്തിൻ്റെ ഹൃദയം ദൈവം വെളിപ്പെടുത്തുകയും അത് സൃഷ്ടി മുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തന്നെ. ദൈവത്തിൻ്റെ സത്തയുടെ ഭാഗമായ ദൈവവചനം ചരിത്രത്തിലുടനീളം മനുഷ്യ ജീവിതത്തെ എന്തുമാത്രം സ്വാധീനിച്ചു, എന്തുമാത്രം രൂപപ്പെടുത്തി, എന്തുമാത്രം രൂപാന്തരപ്പെടുത്തി എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ഈ രൂപരഹിതവും ശൂന്യവുമായ ആദിമ അവസ്ഥയുടെ ശൂന്യതയിലേക്കും രൂപരഹിതമായ അവസ്ഥകളിലേക്കും ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലുകയും, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഓർക്കണം, പ്രാപഞ്ചികമായ യാഥാർത്ഥ്യങ്ങളിൽ ചൂഴ്ന്നു നിന്നിരുന്നതായ ശൂന്യതയിലേക്ക്, പ്രാപഞ്ചികമായ വസ്തുവകകളിൽ നിലനിന്നിരുന്നതായ ക്രമരഹിതമായ അവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യമായ ദൈവത്തിൻ്റെ വചനം കടന്നു വരികയും ദൈവം അരുളി ചെയ്തു. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ചൈതന്യമായ ജലത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ചൈതന്യം, റൂഹ, പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവ് തന്നെയ ദൈവത്തിൻ്റെ വചനമെന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്യത്തിൽ
ഈശോ നമുക്ക് വചനത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. ആ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്യത്തിൽ ഈശോ പറഞ്ഞു, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശൂന്യത നിഴലിക്കുന്നതായ ജീവിത അവസ്ഥകളിലേക്ക്, ക്രമരഹിതമായ വ്യക്തിത്വങ്ങളുടെ ആന്തരികതകളിലേക്ക്, അല്ലെങ്കിൽ ക്രമരഹിതമായ സാമൂഹ്യ ജീവിത പശ്ചാത്തലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലുമ്പോൾ അവിടെ ദൈവികമായ നിറവും ദൈവികമായ മനോഹാരിതയും കടന്നു വരുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ഹൃദയം വെളിപ്പെടുത്തപ്പെടുകയും ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ചൈതന്യം നൽകപ്പെടുമ്പോൾ കേവലം ദൈവികമായ ഒരു ചൈതന്യമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ഉള്ളം ആ വസ്തുവകകളിലും ആ വ്യക്തികളിലും പ്രതിഫലിക്കുന്നതായ, അനുഭവവേദ്യമാകുന്നതായ ഒരവസ്ഥ സംജാതമാവുകയും ഇത് സൃഷ്ടിയിൽ ആരംഭിച്ചത്. പിന്നീട് നമുക്ക് അറിയാൻ സാധിക്കും, ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ജനത്തെ മോശയുടെ ഇടപെടലിലൂടെ ദൈവം സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. അവിടെ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു സംഗതി, ഫറവോയെ സമീപിച്ച മോശ ചോദിക്കുന്നത്, നമുക്കറിയാം, 3 ദിവസത്തേക്ക് ജനത്തെ വിട്ടുതരണം. മലമുകളിൽ ദൈവത്തെ ആരാധിക്കുവാൻ 3 ദിവസത്തേക്ക് ജനത്തെ വിട്ടുതരണം. വായിക്കുന്ന നമ്മൾ വിചാരിക്കുക, മോശ ഫറവോയെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. 3 ദിവസത്തേക്ക് എൻ്റെ വ്യാജേന ആ ജനത്തെ കൊണ്ടുപോയി അവരെ അവിടെ നിന്ന് രക്ഷിക്കുക എന്ന ഒരുതരം കപടതയുടെ സ്പർശമുള്ള, വക്രതയുടെ സ്വഭാവമുള്ള ഒരു രീതിയിൽ മോശ ഫറവോയോട് ഇടപെടുകയായിരുന്നുവെന്ന് ഒരു പക്ഷേ നമ്മുടെ പ്രഥമ വായനയിൽ, പ്രഥമ ദൃഷ്ടിയിൽ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ വാസ്തവം അതല്ലായിരുന്നു. വാസ്തവത്തിൽ മോശ ഫറവോയോട് ജനത്തെക്കുറിച്ച് ആവശ്യപ്പെടുന്നത് 3 ദിവസത്തേക്ക് മലമുകളിലെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി വിട്ടുതരണമെന്ന്. സ്നേഹമുള്ള സഹോദരങ്ങളെ, അവിടെ ആ മലമുകളിൽ ദൈവത്തെ ആരാധിക്കുന്ന ജനം ആരാധനയുടെ സ്വാഭാവികവും നിർബന്ധിതവുമായ ഒരു പരിണത ഫലത്തിലേക്ക് കടന്നു പോവുകയും, അതാ യഥാർത്ഥത്തിൽ ഈജിപ്തിൽ നിന്നുള്ള കടന്നുപോകലിൻ്റെ സന്ദർഭമെന്ന് പറയുന്നത്. അതൊരു കടന്നുപോകല, അതൊരു വളരെ ദൈവികമായ ഒരു കടന്നുപോകല. വാസ്തവത്തിൽ ഈജിപ്തിൽ കടിഞ്ഞൂൽ പുത്രന്മാർ കൊല ചെയ്യപ്പെടുന്ന ആ രാത്രിയിൽ സംഭവിക്കുന്നത് വളരെ പ്രതീകാത്മകമായ ഒരു കടന്നുപോകല, കേവലം മാനുഷികമായ ഒരു കടന്നുപോകല, കേവലം ഭൗമികവും ഭൗതികവും രാഷ്ട്രീയപരവുമായ ഒരു കടന്നുപോകല. എന്നാൽ സീനായ് മലമുകളിൽ മോശയുടെ നേതൃത്വത്തിൽ ദൈവത്തെ ജനം ആരാധിക്കുമ്പോൾ ഒരു വ്യക്തിത്വത്തിൻ്റെ സമഗ്രതയിൽ അടിമത്തത്തിൻ്റെ നുകം വിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ സ്വച്ഛതയിലേക്ക് ജനം കടന്നു പോവുകയും, അതാ വാസ്തവത്തിൽ ആ പെസഹായുടെ പൂർണ്ണതയെന്ന് പറയുന്നത്. അവിടെയാ വാസ്തവത്തിൽ പെസഹായുടെ പൂർത്തീകരണം സംഭവിക്കുന്നത്. പെസഹ എന്ന ആ വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ സമ്പൂർണമായ സമ്പുഷ്ടതയിൽ അവർ അനുഭവിക്കുന്നത് ആ ആരാധനയിലാണ്. കാരണം ആരാധിക്കുമ്പോൾ സ്വാതന്ത്ര്യം, ആരാധിക്കുമ്പോൾ യഥാർത്ഥമായ വിടുതൽ. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ ദൈവജനത്തിൻ്റെ ഇടയിൽ കണ്ടുമുട്ടുന്ന സംഗതി. എവിടെ ദൈവജനം ദൈവത്തെ ആരാധിക്കുന്നുവോ
അവിടെ ഭൗമികവും ആത്മീയവും വൈകാരികവുമായ എല്ലാ അടിമച്ചങ്ങലകളിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവ പൈതലിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, അത് ആന്തരികവും വൈകാരികവും ബാഹ്യവും ഭൗതികവും രാഷ്ട്രീയപരവും സാമൂഹ്യപരവുമായ ഒരു സമഗ്രതയുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് വ്യക്തിയും സമൂഹവും കടന്നു പോകുന്നത് ആരാധനയില്ല. അങ്ങനെ മലമുകളിൽ മോശയുടെ നേതൃത്വത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന് ദൈവം തൻ്റെ ഹൃദയം വെളിപ്പെടുത്തുകയാണ്. അതാ മോശയിലൂടെ 10 കൽപ്പനകൾ നൽകപ്പെടുന്ന സന്ദർഭം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദിനരാത്രങ്ങൾ മലമുകളിൽ കഴിച്ചുകൂട്ടുന്ന മോശയെ ദൈവം കൂടുതൽ ഉള്ളിലേക്ക്, മേഘത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവം വിളിച്ച് കയറ്റുകയും വീണ്ടും അവിടെ ദിവസങ്ങളോളം ചെലവഴിച്ച് കഴിയുമ്പോൾ വ്യതിരക്തതയില്ലാത്ത, വേർതിരിവില്ലാത്ത ദൈവവുമായുള്ള വൈകാരികമായ ഒരു സങ്കലനത്തിലേക്ക് മോശ പ്രവേശിച്ചു കഴിയുമ്പോൾ മോശയ്ക്ക് ദൈവം ജനത്തെക്കുറിച്ചുള്ള തൻ്റെ ഹൃദയം, തൻ്റെ സ്വപ്നം, തൻ്റെ മനസ്സ് വെളിപ്പെടുത്തുകയും അതാ 10 കൽപ്പനകളിലൂടെ ദൈവം മോശയിലൂടെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇത് വാസ്തവത്തിൽ കേവലം 10 കൽപ്പനകളല്ല, അല്ലെങ്കിൽ ജനത്തിൻ്റെ മേൽ ചില നിയന്ത്രണങ്ങളും ചില നിബന്ധനകളും ദൈവം വെക്കുകയാണ് എന്ന് ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചേക്കാം. വാസ്തവം അതല്ല. ആരാധനയിലൂടെ ദൈവജനത്തിന് സംലഭ്യമായ സ്വാതന്ത്ര്യത്തിൽ അവർക്ക് നിലനിൽക്കുവാൻ അനിവാര്യമായ ജീവിതത്തിൻ്റെ ചില ചിട്ടവട്ടങ്ങൾ അവർക്ക് ദൈവം വെളിപ്പെടുത്തുകയും അതിനേക്കാളൊക്കെ ഉപരിയായി ദൈവത്തിൽ അന്തർലീനമായ സ്വർഗീയമായ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവാരാധനയിലൂടെ കടന്നു വന്ന ദൈവജനത്തിന് ആ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുവാൻ അനിവാര്യമായ ഒരു ജീവിത ശൈലി എന്ന നിലയിൽ ദൈവം തൻ്റെ ഹൃദയം, തൻ്റെ മനസ്സ്, തൻ്റെ ബുദ്ധി, തൻ്റെ ആശയങ്ങൾ ജനത്തിന് വെളിപ്പെടുത്തുകയും അവരെക്കുറിച്ചുള്ള, ദൈവമക്കളെക്കുറിച്ചുള്ള, ദൈവ പൈതലുകളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും സ്നേഹമുള്ളവരെ, അങ്ങനെ ആ വചനം അനുസരിച്ച്, ദൈവത്തിൻ്റെ ഹൃദയമനുസരിച്ച്, ദൈവത്തിൻ്റെ ഹൃദയം എന്താ? ആ ജനത്തെക്കുറിച്ചുള്ള നന്മ മാത്രമാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളത്. ആ ജനത്തിൻ്റെ ഉത്കൃഷ്ടതയ്ക്ക് ആവശ്യമായ, ആ ജനത്തിൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രമായ ഉത്കൃഷ്ടതയ്ക്ക് ആവശ്യമായ തൻ്റെ സ്വപ്നങ്ങളും തൻ്റെ ആഗ്രഹങ്ങളും ദൈവം തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തി. സ്നേഹമുള്ളവരെ, ഈ ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ഹൃദയത്തോട് താദാത്മ്യം പ്രാപിക്കുവാൻ സാധിച്ചവരെല്ലാം ആ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിൽ ആഴപ്പെടുകയും വളരുകയും ചെയ്യുകയാണ്. എന്നാൽ ആരെല്ലാം ദൈവത്തിൻ്റെ ഹിതത്തോട് മറുതലച്ചുവോ, അത് പഴയ നിയമത്തിൽ ഉടനീളം കാണുന്ന ഒരു സംഗതി. ഏതെല്ലാം കാലഘട്ടത്തിൽ ഏതെല്ലാം ജനത ദൈവത്തിൻ്റെ ഹൃദയത്തോട്, ദൈവത്തിൻ്റെ മനോഭാവത്തോട് മറുതലച്ചുവോ, അവരെല്ലാം വിവിധ രൂപത്തിലുള്ള അടിമത്തങ്ങളിലേക്ക് കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ദൈവത്തെ വേണ്ടതുപോലെ തക്കതായ രീതിയിൽ അനുഭവിക്കുവാൻ അവർക്ക് സാധിക്കാതെ പോയി. ദൈവം തൻ്റെ ഹൃദയം വെളിപ്പെടുത്തിയത് പൂർണ്ണമായി സ്വന്തമാക്കാൻ അവർക്ക് സാധിക്കാതെ പോയി. എന്നാൽ ഈ കാലഘട്ടത്തിൽ കാലത്തിൻ്റെ സമ്പൂർണതയിൽ ദൈവം തന്നെ മനുഷ്യനായി, ദൈവത്തിൻ്റെ ഹൃദയം തന്നെ മനുഷ്യനായി,
ദൈവത്തിൻ്റെ സത്ത തന്നെയായ ദൈവവചനം മനുഷ്യനായി നമ്മുടെ ഇടയിൽ അവതരിച്ചു. അതാ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. സ്നേഹമുള്ളവരെ, ദൈവം തന്നെയായ ദൈവത്തിൻ്റെ സത്തയായ ദൈവത്തിൻ്റെ ഹൃദയമായ ദൈവം തന്നെയായ ദൈവവചനം ഈശോയിൽ നമുക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്തു. എന്തിനു വേണ്ടി? പഴയ നിയമത്തിൽ രാജാക്കന്മാരിലൂടെയും നേതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ന്യായാധിപന്മാരിലൂടെയൊക്കെ ദൈവം സംസാരിച്ചു. വിവിധ വ്യക്തികളിലൂടെ, വിവിധ സാഹചര്യങ്ങളിലൂടെ, വിവിധ സന്ദർഭങ്ങളിലൂടെ ദൈവം സംസാരിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ ഈശോ മിശിഹായിൽ ദൈവം തന്നെ ഒരു സ്വയം വെളിപ്പെടുത്തലായി മനുഷ്യജീവിതത്തിന് സംലഭ്യമാവുകയാണ്. ഈ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിക്കുമ്പോൾ ദൈവത്തെ നാം സ്വന്തമാക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തെ നാം സ്വന്തമാക്കുന്നു, ദൈവത്തിൻ്റെ ഹൃദയത്തെ നാം സ്വന്തമാക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള, നമ്മെക്കുറിച്ചുള്ള സ്നേഹവും സ്വപ്നവും നാം സ്വന്തമാക്കുന്നു. ഈശോയിൽ ദൈവം തന്നെ സമ്പൂർണമായി നമുക്ക് സംലഭ്യമായിരിക്കുന്നു. നാം ഓർക്കണം, എത്രയോ ശ്രേഷ്ഠമായ, എത്രയോ ഉദാത്തമായ ഒരു ഭാഗ്യമാണ് നിയമാവർത്തന പുസ്തകത്തിൽ, പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത്? നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ നാം മനസ്സിലാക്കണം. പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യമൊക്കെയും പ്രതീകാത്മകമായിരുന്നു. വാഗ്ദാന പേടകത്തിൽ, കൽപ്പലകളുടെ രൂപത്തിൽ, മന്നയുടെ രൂപത്തിൽ ഒക്കെ പ്രതീകാത്മകമായി സ്വയം സന്നിഹിതമായിരുന്ന ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഴയ നിയമ ജനത അവരുടെ ദൈവാനുഭവത്തെ ഇത്രമാത്രം സാഘോഷം ലോകത്തോട് പ്രഘോഷിക്കുന്നുണ്ട് എങ്കിൽ ഈ കാലഘട്ടത്തിൽ കേവലം പ്രതീകാത്മകമായിട്ടല്ല, അതിൻ്റെ പൂർണ്ണതയിൽ സർവയാഥാർത്ഥ്യത്തോടും കൂടി ദൈവം നമുക്ക് സന്നിഹിതമായിരിക്കുകയും എത്രയധികം ആനന്ദത്തോടുകൂടി, എത്രയധികം ആനന്ദത്തോടുകൂടി. കാരണം ഈ ലോകത്തിന് സംലഭ്യമാകാവുന്ന സകല നന്മകളും, സകല ആനന്ദവും, സകല പുണ്യങ്ങളും, സകല അനുഗ്രഹങ്ങളും ഒന്ന് ചേർന്ന് ആറ്റിക്കുറുക്കി ഒരുമിച്ച് ചേർക്കപ്പെട്ട് നമുക്കൊരു സ്വയം സമ്മാനമായി നൽകപ്പെട്ടിരിക്കുകയാണ് ഈശോ മിശിഹായിലൂടെ. സ്നേഹമുള്ളവരെ, ഇതിൽ പരം ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കാനില്ല. അവനാണ് മനസ്സിലാക്കണം. ഈശോ തൻ്റെ അടുത്ത് വന്ന ഒരു യുവാവായ ധനികനായ യുവാവിനോട് ഈശോ ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? നല്ലവനായ ഗുരു, ദൈവരാജ്യം സ്വന്തമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ച ധനികനായ യുവാവിനോട്, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ച ആ യുവാവായ ധനികനോട് ഈശോ പറഞ്ഞു, എന്തുകൊണ്ടാ നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. ദൈവമാണ് നിന്റെ ജീവിതത്തിന്
ഒരിക്കലും ഒഴിവാക്കാനാവാത്തതും നിനക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠവുമായ നന്മയെന്ന് നിന്റെ ജീവിതത്തിൽ നീ ഇനിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായത് ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ ഈശോയിലൂടെ ദൈവം സ്വയം വെളിപ്പെടുത്തിയത് ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹമാണ്, ദൈവത്തിന് മനുഷ്യരെക്കുറിച്ചുള്ള ഹിതമാണ്, സ്വപ്നമാണ്. നമ്മൾ വായിക്കുന്നുണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാമത്തെ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ വീണ്ടും അതേ ആശയം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇതാ ലോകത്തെക്കുറിച്ചുള്ള മനുഷ്യ മക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. ഇതാ എല്ലാവരും രക്ഷ പ്രാപിക്കണം. എന്താ രക്ഷയെന്ന് പറയുന്നത്? എല്ലാവരും അനുഗ്രഹം പ്രാപിക്കണം. എന്താ അനുഗ്രഹമെന്ന് പറയുന്നത്? എല്ലാവർക്കും നന്മയുണ്ടാകണം. എന്താ നന്മയെന്ന് പറയുന്നത്? ഈ രക്ഷ, അനുഗ്രഹം, നന്മ എല്ലാം ഈശോ തന്നെയാണ്, ദൈവം തന്നെയാണ്, സകല നന്മകളുടെയും പൂർണ്ണതയായ ഈശോ തന്നെയാണ്. ഈ ഈശോ എനിക്കുണ്ട് എങ്കിൽ എനിക്കൊന്നിനും. അതുകൊണ്ട് ആ സങ്കീർത്തകൻ 23-ാമത്തെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവ് എൻ്റെ ഇടയനായിരിക്കുമ്പോൾ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല, എനിക്ക് ശൂന്യതയെ അനുഭവിക്കേണ്ടി വരികയില്ല, എനിക്കില്ലായ്മയെ അനുഭവിക്കേണ്ടി വരികയില്ല. കാരണം സകല നന്മകളുടെയും നിറവായി സമൃദ്ധിയായി ദൈവം എൻ്റെ കൂടെയുണ്ട്. കാരണം അവനാണ് സമൃദ്ധി, കാരണം അവനാണ് സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തൽ, കാരണം അവനാണ് സ്വർഗത്തിൻ്റെ കവാടം, കാരണം അവനാണ് ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. ഈ ഒരു വെളിപ്പെടുത്തൽ, ദൈവം മനുഷ്യരോട് നടത്തുന്ന ഈ വെളിപ്പെടുത്തൽ, ഇത് സ്വന്തമാക്കുവാൻ, ഇതിൻ്റെ സാരാംശം സ്വന്തമാക്കുവാൻ, അതിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കണം. അത് ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിലൂടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം, ആദ്യം ദൈവത്തിൻ്റെ രാജ്യം, അവിടുത്തെ നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടു. എന്താ ദൈവത്തിൻ്റെ രാജ്യം? മിശിഹായിൽ മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ ഭരണം. ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ ദൈവം സ്വന്തമാക്കിയ ദൈവത്തിൻ്റെ സ്വന്തമായ ദൈവീകമായ ജീവിതത്തിൻ്റെ ഉടമകളായി നാം മാറട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.